സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഈ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവന: സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണെങ്കിലും അവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി. 2011 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രത്നമെന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി. മണിപ്പൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി. ലാൽ ബഹദൂർ ശാസ്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനിവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. ശോണിതപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി. MT വാസുദേവൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. പൂന്താനം നമ്പൂതിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി. രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ ഡി. 1955 മെയ് 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ആൻസർ ഓപ്ഷൻ എ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. മിലാനും കോർട്ടിന ഡി ആംബെസോയും.